അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. AI ആൻഡ് യു. അതിന് മുമ്പ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എണീക്ക്. സ്റ്റുഡൻസ് മാത്രം. ഒന്ന് കണ്ണൊക്കെ അടച്ച് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ഒരു ചെറിയ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഒരു ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് ബ്രീത്ത് ഔട്ട് എടുത്ത് കയ്യിലെല്ലാവരും ഫോണ് കയ്യിൽ വെക്കുക. ഫോണ് കയ്യിലെടുക്കുക. കണ്ണ് തുറക്കുക. ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ നെറ്റ് ഓൺ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെർച്ച് എൻജിൻ, ഗൂഗിൾ, സഫാരി, മോസില്ല, ഇഷ്ടമുള്ളൊരു സെർച്ച് എൻജിൻ ഓപ്പൺ ചെയ്യും. നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെർച്ച് എൻജിൻ, ഗൂഗിൾ ക്രോം, സഫാരി, ഏതാണോ ഇഷ്ടമുള്ളത് ഓൺ ചെയ്യുക. ഓക്കെ, റെഡിയാണോ? ആർ യു റെഡി? സൗണ്ട് അത്ര പോരല്ലോ. റെഡി? നമ്മളെ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നിങ്ങളുമായിട്ടുള്ള ഒരു സംസാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കുള്ള ഇൻ്റലിജൻസിനെ കുറിച്ച് എന്താ പറയാ? HI വേഴ്സ് AI. നമുക്ക് HI ഉണ്ടെങ്കിലേ, ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരാളെ കയ്യിൽ AI ടൂൾസ് ഉണ്ട്. എ ബഞ്ച് ഓഫ് AI ടൂൾസ് അവൈലബിൾ ഇൻ ദ കണ്ടംപററി പീരിയഡ്. ഇഷ്ടംപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകളുണ്ട്. പക്ഷേ അത് എങ്ങനെ ക്രിയേറ്റീവായി ഉപയോഗിക്കണം, പുതിയ നൊവൽറ്റിയോടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമുക്ക് HI നിർബന്ധമാണ്. ഹ്യൂമൻ ഇൻ്റലിജൻസ് വേഴ്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്മളെ വിഷയത്തിലേക്ക് വരാം. ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് അറബി കോളേജിൽ അറബി ഭാഷ പഠിക്കുന്ന, ആർട്സ് കോളേജിൽ അറബി ഭാഷ പഠിക്കുന്ന, വേറെ ഏതെങ്കിലും മേഖലയിൽ അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ലെവൽ എന്താണ്? ഭാഷയിലുള്ള നമ്മുടെ മുസ്തവ ലെവൽ എന്താണെന്നാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ അറബിക്കിൽ ബിഗിനറാണ്, ഞാനൊരു മുബത്തദിയാണ്, ഞാനൊരു മുത്തവസ്സിത്താണ്, ഞാനൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻ്റ് ആണ്. അതല്ല, നിങ്ങൾ കരുതിയ പോലെയല്ല, ഞാൻ അഡ്വാൻസ്ഡ് ആണ്, മുത്തഖദ്ദിമാണ്. ഈ 3 ലെവലിലുള്ള സ്റ്റുഡൻസുമായിട്ടാണ് ഇന്ന് എനിക്ക് ഇവിടെ സംസാരിക്കാനുള്ളത്. ഒന്നെങ്കിൽ ബിഗിനർ ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിരിക്കും. എല്ലാവർക്കും അറിയാം ഇത് എന്തിന്റെ ലോഗോയാണ്? ലോഗോ ആർക്കും പറയാൻ പറ്റുമോ? കുറച്ച് സമയമുള്ളൂ. അയ്യോ, അൽ ജസീറയുടെ ഒരു ലോഗോയാണ്. അൽ ജസീറയുടെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു അൽ ജസീറ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഞാൻ 2 രീതിയിലാണ് സംസാരിക്കുക. ഒന്ന് ഇൻഷാ അല്ലാഹ് ടെക് ടൂൾസുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും. ഇത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് QR കോഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. നെക്സ്റ്റ് learning.aljazeera.net ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു ഇൻ്റർഫേസ് വരും. ഇതിലെ 2 ഫീച്ചേഴ്സ് മാത്രമേ ഞാനിവിടെ സംസാരിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഇത് ഫസ്റ്റ് ചെയ്താൽ മാത്രമേ ഭാഷയിൽ നമ്മുടെ ലെവൽ എന്താണ്, എൻ്റെ ലെവൽ എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. ടെസ്റ്റ് മുകളിൽ ഗ്രാമർ, ബ്ലോക്സ്, ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ്. ഈ ടെസ്റ്റിലൂടെ നമുക്ക് 5 ലെവലുകൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിലൊന്ന് നമ്മുടെ റീഡിംഗ് ടെസ്റ്റാണ്.
നമുക്ക് അറബി ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കുമോ? ആ ഒരു ടെസ്റ്റാണ് ഇഖ്തിബാറുൽ ഖിറാഅത്ത്. രണ്ടാമത്തെ ടെസ്റ്റ് അൽ മുഫ്രദാത്ത് വൽ ഇബാറാത്ത് എന്നതാണ്. നമ്മുടെ വൊക്കാബുലറി ആണ്, ഇഡിയംസ് ആണ്, ഫ്രേസസ് ആണ്. അറബിക്കിൽ എത്രത്തോളം വൊക്കാബുലറീസ് നമുക്കുണ്ട്? എല്ലാവരും ഓപ്പൺ ചെയ്തോ? ഓക്കെ, ഇതിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി, കുറഞ്ഞ സമയമുള്ളത് കൊണ്ടാണ്. നമ്മുടെ വൊക്കാബുലറി ടെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്രേസുകൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇഡിയംസുകൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം അറബി ഭാഷയിൽ എത്ര വൊക്കാബുലറീസ് ഉണ്ട്. എല്ലാ ടീച്ചേഴ്സും നമ്മളോട് പറയാറുണ്ട് ഡെയിലി 10 വൊക്കാബുലറീസ് പുതുതായിട്ട് പഠിക്കണം, പ്ലസ് അതിൻ്റെ ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടത്. മൂന്നാമത്തെ ടെസ്റ്റ് മുസ്തവ അൽ മുബ്തദിയാണ്. വളരെ സിമ്പിളാണ്, ബിഗിനർ ലെവൽ ടെസ്റ്റാണ്. ഇതിൽ 4 കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുക, 3 കാര്യങ്ങൾ. അതിലൊന്ന് ലിസണിങ് ആണ്, 2 റീഡിങ്, 3 റൈറ്റിംഗ്. നാലാമത്തെ ടെസ്റ്റ് മുത്തവസ്സിത്താണ്, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള ടെസ്റ്റാണ്. അഞ്ചാമത്തത് ഗ്രാമർ. നമ്മളെല്ലാവരും ഗ്രാമറിൽ പുലികളാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ അറിയാം എനിക്ക് എത്രത്തോളം അറബി ഭാഷയിലുള്ള നെഹ്വുൽ വാലിഹ്, നെഹ്വ് വാലിയാണോ ഓമിലാണോ, എനിക്ക് അവ്യക്തമായിട്ടാണോ അറിയാം, വളരെ ക്ലാരിറ്റിയോട് കൂടെ നെഹ്വ് ഉപയോഗിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ടെസ്റ്റിൻ്റെ ചെറിയൊരു രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൽ ഓരോ ടെസ്റ്റിലും അതിൽ ബിഗിനർ ടെസ്റ്റിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 30 ക്വസ്റ്റ്യൻസിലെ 10 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ലിസണിങ് ആണ്, 10 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു റീഡിംഗ് ആണ്, 10 ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു പാരാഫ്രൈസിങ് ആൻഡ് സ്ട്രക്ചർ കൺസ്ട്രക്ഷൻസ് ആൻഡ് ദെൻ റൈറ്റിംഗ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഞാൻ ഈ ടെസ്റ്റ് ചെയ്തു, വളരെ സ്പീഡിൽ ചെയ്തത് കൊണ്ട് എനിക്ക് കിട്ടിയ മാർക്ക് 10%. 100-ൽ 10% എൻ്റെ ഭാഷയിലുള്ള ലെവൽ. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കോൺഫറൻസ് കഴിഞ്ഞ് ഫ്രീ ആകുന്ന സമയത്ത് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നമുക്കറിയാൻ പറ്റും എൻ്റെ ലിസണിങ് കപ്പാസിറ്റി എത്രയുണ്ട്, എൻ്റെ റീഡിങ് കപ്പാസിറ്റി എത്രയുണ്ട്, എൻ്റെ റൈറ്റിംഗ് കപ്പാസിറ്റി എത്രയുണ്ട്, അറബി ഭാഷയിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എനിക്ക് കിട്ടിയ മാർക്ക് ലിസണിങ്ങിൽ 10%, റീഡിങ്ങിൽ 10%, റൈറ്റിങ്ങിൽ 10%. ഓക്കെ, ഇതാണ് ഫസ്റ്റത്തെ ടൂൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൂള് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഏതാണ്? അയ്യോ, ഓപ്പൺ AI-യുടെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ChatGPT ആണ്. ChatGPT-യിൽ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തിനാണ് ഉപയോഗിക്കുന്നത്? For what purpose we are using ChatGPT? ലിമാദാ നഹ്നു നസ്തഖ്ദിം ChatGPT. എന്തിനാ ChatGPT ഉപയോഗിക്കുന്നത്? ഓക്കെ, ChatGPT എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇതാണ് ChatGPT-യുടെ ഇൻ്റർഫേസ്. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമുക്ക് കിട്ടും? ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും ChatGPT തരൂല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഗ്രി ചെയ്യാൻ പറ്റും? നോ. യെസ്, യെസ് ഓർ നോ? ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും ChatGPT തരൂല എന്നാണ് ഞാൻ പറയുന്നത്. ആർ യു അഗ്രി? നോ. അത് നേരത്തെ ആർ യു റെഡി എന്ന് പറയേണ്ട യെസ് ഓർ നോ അത്ര കോൺഫിഡൻസ് ഇല്ലല്ലോ. യെസ് ഓർ നോ? യെസ്. പക്ഷേ ഇവിടെയാണ് നിങ്ങൾക്ക് സ്കില്ല് വേണ്ടത്, മഹാറത്ത് ഉണ്ടാവേണ്ടത്. ഭാഷയിൽ മഹാറത്തുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ മനസ്സിൽ കാണുന്നത് ChatGPT മാനത്ത് കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ ChatGPT-യെ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ടൂളുകൾ ഉപയോഗിക്കണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടേണ്ടത് മഹാറത്താണ്, ഭാഷയിലുള്ള മഹാറത്ത്. അറബി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ഉപയോഗിക്കാൻ കഴിയണം. അതിനാണ് അവരുടെ ടേം എന്ന് പറയുന്നത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് ചോദിക്കാനുള്ള കഴിവാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കഴിവാണ്. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ അതിനനുസരിച്ച് ChatGPT ബെസ്റ്റ് ആൻസേഴ്സ് തരും. ഇന്ന് എൻ്റെ വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, അത് ദക്കാ അൽ ഇസ്തിനാഹി. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു ChatGPT-യോട്. എൻ്റെ ചോദ്യം ഇതാണ്, അഇദ്ദ മഖാല. ഈ ChatGPT-യെ പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, ഒന്ന്
പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള കഴിവ്. രണ്ടാമത്തെ പോയിന്റ് ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ടു സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ വൈഡായിട്ട് ചോദിക്കരുത്, സ്പെസിഫിക് ചെയ്ത് ചോദിക്കണം. ഫോർ എക്സാമ്പിൾ അഇദ്ദ മഖാല, അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു ആർട്ടിക്കിൾ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു, ചാറ്റ് GPT കൺഫ്യൂഷൻ ആവും. എൻ്റെ ചോദ്യം ഇതാണ്, അഇദ് മഖാല ബഹ്സിയ, കൺഫ്യൂഷൻ ആവും. അഇദ് മഖാല ബഹ്സിയ ഹൗല ദകാഉൽ ഇസ്തിനാഹി. എനിക്ക് കിട്ടേണ്ട മനസ്സിലുള്ളത് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ തരണം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ചോദ്യം ചോദിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ആൻസർ തരും. ഈ ചോദ്യം ഇനിയും ലെങ്തി ആക്കാം. ഇതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഫുട് നോട്ടുകൾ, ഇതുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസുകൾ കിട്ടണം എന്ന് പറഞ്ഞാൽ, അഥവാ എന്ത് ചോദിക്കുന്നോ അതിനനുസരിക്കും ചാറ്റ് GPT തരിക. അതിന് നമുക്ക് വേണ്ടതാണ് മഹാറത്ത്, കുദ്റത്ത്, തോക്കത്ത്. എന്തിലുള്ള? അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ, ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള സ്കില്ല് നമുക്കുണ്ടായിരിക്കണം. ഇതൊക്കെ ഒരു കീവേഡ്സ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്, പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. തർജം, ട്രാൻസ്ലേഷൻ പർപ്പസിന് ഉപയോഗിക്കാം. അതുപോലെ തന്നെ മയ്യിസ്, ഒരു കാര്യത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഉക്തുബ്, എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇജ്ഹൽ, ഈ സാധനത്തിൽ നിന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അഇദ്ദ, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ലഖിസ്, ഒരു കണ്ടന്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് കൊടുത്തിട്ട് അത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം. അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. തഅദീലുൻ നസ്, പാരാഫ്രൈസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഓടിച്ചു പോവാം, ഇത് ചാറ്റ് GPT നമുക്ക് തരും. ഓക്കെ, രണ്ടാമത്തത് ഒന്ന് വായിച്ചു നോക്കി. ക്വസ്റ്റ്യൻ പ്രിപ്പറേഷൻ. നിങ്ങൾക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കിയിട്ട് ചാറ്റ് GPT തരും. ഒഫീഷ്യൽ ആൻഡ് അൺഒഫീഷ്യൽ ലെറ്റേഴ്സുകൾ ഉണ്ടാക്കി തരും. സമ്മറൈസ് ദ കോണ്ടന്റ്, പാരാഫ്രൈസിങ് ഓഫ് ദ ടെക്സ്റ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു ശൈലി ഉണ്ടാവും, കതബ മുഹമ്മദുൻ അരിസാലത്ത്, ഇത് നമ്മുടെ ശൈലിയാണ്. എന്നാൽ അതേ സാധനം തന്നെ പാരാഫ്രൈസ് ചെയ്തുകൊണ്ട് പുതിയ ശൈലിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയും. കാമ മുഹമ്മദുൻ ബി കിതാബത്തി അരിസാല, അത് വേറെ ശൈലിയാണ്. അങ്ങനെ നിരന്തരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശൈലികൾ, നമ്മുടെ ടെക്നോളജികൾ, നമ്മുടെ ലാംഗ്വേജിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ചാറ്റ് GPT ഉപയോഗിക്കേണ്ടത്. ഇത് സ്പീക്കിംഗ് സ്കില്ല് വർദ്ധിപ്പിച്ചു തരും ചാറ്റ് GPT. ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ചാറ്റ് GPT വോയിസ് ടൈപ്പിംഗ് അല്ല, ചാറ്റ് GPTയോട് സംസാരിക്കാറുണ്ടോ? പുതിയൊരു അപ്ഡേഷനിൽ ചാറ്റ് GPTയോട് സംസാരിക്കാൻ പറ്റും. അതിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാകും. ഒന്ന്, നമ്മുടെ സ്പീക്കിങ്ങിൻ്റെ വോയിസ് റെക്കഗ്നിഷൻ, നമുക്ക് പ്രൊണൗൺസ് ചെയ്യാൻ കൃത്യമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചാറ്റ് GPT ഐഡൻറ്റിഫൈ ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്താൽ കൃത്യമായിട്ട് ആൻസർ തരും. ഇത് ശരിക്കും വിദ്യാർത്ഥികൾ ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോൾ സ്പീക്കിംഗ് സ്കില്ലുകളാണ്. അടുത്തത് സമ്മറൈസ്, ലേൺ സംതിങ് ന്യൂ. പുതിയ ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം, കോൺവെർസേഷൻ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, നമ്മൾ എത്ര ചാറ്റ് GPT പോലുള്ള AI ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ചാറ്റ് GPTയുടെ അടിഭാഗത്ത് ചെറിയൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടാവും. ആ മെസ്സേജാണ് വിദ്യാർത്ഥികളായ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചാറ്റ് GPT ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. എത്ര AI ടൂളുകളാണെങ്കിലും ചില തെറ്റുകൾ അതിലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ഇമ്പോർട്ടൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞാൽ ഡെസർട്ടേഷന് വേണ്ടി ചാറ്റ് GPT ഉപയോഗിക്കാം, അസൈൻമെൻറ്റിന് വേണ്ടി ചാറ്റ് GPT ഉപയോഗിക്കാം, റിസർച്ചിന് വേണ്ടി ചാറ്റ് GPT ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ എടുക്കുന്ന കോണ്ടന്റുകൾ, മുഹ്തവയാത്തുകൾ, നെസ്സുകൾ ഓക്കെ ആണോ അല്ലേ എന്ന് വെരിഫൈ ചെയ്യേണ്ടത് ആസ് എ സ്റ്റുഡൻറ് എന്നുള്ള നിലക്ക് നിർബന്ധമാണ്. അല്ലാതെ അവിടുന്ന് കട്ട് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുന്ന പരിപാടി പറ്റൂല എന്നാണ് ഇതിന് കിട്ടേണ്ട ഒരു മെസ്സേജ്. രണ്ടാമത്തത്, സമയമില്ലാത്തതുകൊണ്ടാണ്, രണ്ടാമത്തൊരിത് BBC ലേണിംഗ് ഇംഗ്ലീഷ്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി, എന്നിട്ട് വീട്ടിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. BBC ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷിലുള്ള ലെവൽ എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും. പല കാര്യങ്ങൾക്കും BBC ഉപയോഗിക്കാറുണ്ട്. എന്നാൽ BBCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ടെസ്റ്റ് യുവർ ലെവൽ എന്നുണ്ടാവും. നേരത്തെ അറബിക്കിൽ നമ്മുടെ ലെവൽ എന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ബിഗിനർ ആണോ, ഇൻ്റർമീഡിയറ്റ് ആണോ, അഡ്വാൻസ്ഡ് ആണോ? ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നമ്മളെക്കുറിച്ച് പറയാറുള്ളത് നമ്മൾ ഒന്നെങ്കിൽ A1 കോഴ്സ് ചെയ്യേണ്ട ആളുകളാണ്. A1 കോഴ്സ് എന്ന് പറഞ്ഞാൽ ബിഗിനർ കോഴ്സ്, അല്ലെങ്കിൽ
B1 കോഴ്സാണ് എന്ന് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് കോഴ്സ്, അല്ലെങ്കിൽ C1 കോഴ്സാണ്. C1 കോഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് കോഴ്സ്. ഈ ഒരു ടെസ്റ്റ് ചെയ്താൽ ഇതിൽ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എത്രത്തോളം നമുക്ക് കഴിവുണ്ട് എന്ന് മനസ്സിലാവും. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, BBC ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, മൂന്നാമത്തത് ഇനി ഇങ്ങനെ ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാനുള്ളൂ. ChatGPT പോലെ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമാണ്, AI ടൂളാണ് ജെമിനി. ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ജെമിനി, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഞാൻ ഇന്ന് 4 AI ടൂളുകൾ പരിചയപ്പെടുത്തും. നിങ്ങൾ ഒരു സാധനം സെർച്ച് ചെയ്യുമ്പോൾ, ഒരു നെസ് സെർച്ച് ചെയ്യുമ്പോൾ 4 ടൂളിലും സെർച്ച് ചെയ്യണം. ChatGPT ഉപയോഗിക്കണം, ജെമിനി ഉപയോഗിക്കണം, ക്ലൗഡ് ഉപയോഗിക്കണം, കോപ്പൈലറ്റ് ഉപയോഗിക്കണം. ഈ 4ലും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, കുറച്ചുകൂടിയും കവിതകളുടെ ഷറഹ് കിട്ടാൻ, കവിതയുടെ ഷറഹ് കിട്ടാൻ കുറച്ചുകൂടി ബെസ്റ്റ് സാധനം ജെമിനിയാണ്. അതേപോലെ തന്നെ ചില ടൈറ്റുകൾ കൊടുക്കുമ്പോൾ കുറേ സജഷൻസ് നമുക്ക് പറഞ്ഞു തരും ജെമിനി. ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ, തേർഡ് ഓപ്ഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. ഇതൊക്കെ അതിലുള്ള എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തത് Arabi.ai. Arabi.ai ChatGPT പോലെ ജെമിനിയെ പോലെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു AI ടൂളാണ് Arabi.ai. ഇതാണ് അതിൻ്റെ ലിങ്ക്. ഞാൻ ഫസ്റ്റ് സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞത്, നിങ്ങളെല്ലാം എന്ത് ചെയ്യുക, ജസ്റ്റ് സെർച്ച് ചെയ്യുക, എല്ലാ സൈറ്റിലും ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് സെർച്ച് ചെയ്യുക. ChatGPT ഉപയോഗിക്കുന്ന ആളുകൾ ജെമിനി എക്സ്പീരിയൻസ് ചെയ്യുക, ജെമിനി ഉപയോഗിക്കുന്ന ആളുകൾ Arabi.ai എക്സ്പീരിയൻസ് ചെയ്യുക. അടുത്തതാണ് ഈ ഒരു ലോഗോ പരിചയം ഉണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ്, ഒരു ഫേമസ് കമ്പനിയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ്. സ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കും അറിയില്ല? കോപൈലറ്റ്. ഒരു ജെമിനിയെ പോലെ ChatGPT പോലെയുള്ള ഒരു AI ടൂളാണ് കോപൈലറ്റ്. ആരുടെന്നറിയോ? ആൻസേഴ്സ് പറയാനുള്ള ടൂൾ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ കയ്യിലുള്ള ഫോൺ ഉപയോഗിച്ചാൽ മതി, സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ. ഹു ഇസ് ദ ഫൗണ്ടർ, ഹു ഇസ് ദ കോ ഫൗണ്ടർ, അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് സെർച്ച് ചെയ്താൽ അതിൽ കൃത്യമായി കിട്ടും. എന്താ നിങ്ങൾ അങ്ങനെ ആലോചിക്കാത്തത്? എൻ്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടും എന്നെന്താണ് നമ്മൾ ആലോചിക്കാത്തത്? മൊബൈൽ നോക്കിയിട്ട് ആർക്കും പറയാൻ പറ്റുമോ കോപൈലറ്റ് ആരുതാണ്? ബോയ്സ്, ഗേൾസ്, അയ്യോ മൈക്രോസോഫ്റ്റിൻ്റെ ആണ്. മൈക്രോസോഫ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട്, ഫ്രീ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഫ്രീ വേർഷനും ഉണ്ടാവും, പ്ലസ് വേർഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രീമിയം വേർഷനും ഉണ്ടാവും. copilot.microsoft.com. എല്ലാത്തിലും ഒരേ ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ കോപൈലറ്റിനോട് ചോദിച്ചപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ലെങ്തി ആക്കി. എൻ്റെ ചോദ്യം, എനിക്കൊരു മക്കാല വേണം, മക്കാല റിസർച്ച് മക്കാലയാകണം, എന്നാലേ എനിക്ക് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നത്തെ ചോദ്യം, എൻ്റെ വിഷയം ഞാൻ പറഞ്ഞു ജനറൽ ക്വസ്റ്റ്യൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിക്കരുത്, ഒരിക്കലും ചോദിക്കരുത്, സ്പെസിഫിക് ചെയ്ത് ചോദിക്കണം. ഓക്കെ, ജനറൽ ടു സ്പെസിഫിക്. ചോദ്യം ഇതാണ്, എനിക്ക് AI കുറിച്ചാണ് ആൻസർ തരേണ്ടത്. ഞാൻ ക്വസ്റ്റ്യൻ നിർത്തിയില്ല. എൻ്റെ അടുത്ത ചോദ്യം, എനിക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടുള്ള ഒരു മക്കാല വേണം, പക്ഷെ ആ മക്കാല റിസർച്ച് മക്കാലയായിരിക്കണം. പിന്നെ എനിക്ക് മസാദിർ മറാജികൾ വേണം. എന്താ മസാദിർ മറാജി എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് റെഫറൻസുകൾ വേണം. ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തു, ഏത് സൈറ്റിൽ നിന്ന് എടുത്തു, ഏത് സൈറ്റാണ് സൈറ്റേഷൻ ചെയ്തത്, ആരാണ് പറഞ്ഞത് എന്ന് കൃത്യമായിട്ട് അറിയണം. അതാണ് റിസർച്ചിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. എവിടെ നിന്നാണ് ഒരു സാധനം എടുത്തത് എന്ന് കൃത്യമായിട്ട് പറയണം.
ഞാൻ നിർത്തിയില്ല. വൽ മൗഖി അൽ ഖാസ്, അല്ലെങ്കിൽ പ്രത്യേകം ഈ വിഷയം ചർച്ച ചെയ്യുന്ന വെബ്സൈറ്റുകൾ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അതിൻ്റെ മുഖദ്ദിമ, അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ റെഫറൻസുകളൊക്കെ എന്താണ് കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ നെടുന്തൂൺ എന്ന് പറയുന്നത്. പ്രോംപ്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ തൊറഹുൽ അസ്സില, ചോദിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ടൂൾ കൊണ്ട് ഒരു ഉപകാരവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് HI ആൻഡ് AI. HIയും വേണം, AIയും വേണം. മഹാരത്ത് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ നിങ്ങളുടെ കരിയറിലെ ഒരു ബാക്ക് ബോൺ ആയിട്ട് ഏത് സമയത്തും കോൺഫിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അറിയാലോ, ഇത് പരിചയമുള്ള ആൾക്കാരുണ്ടോ? അഞ്ചാമത്തെ ടൂളാണ്. പരിചയമുള്ള ആളുകൾ ആരെയുണ്ടോ? ഉപയോഗിച്ച ആളുകൾ, എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾ ആരെയുണ്ടോ? എക്സ്പീരിയൻസ് ചെയ്ത ഒരാരെങ്കിലും ഒന്ന് എണീക്കോ? ക്ലൗഡ്. ഇതും നമുക്ക് വളരെ ChatGPT പോലെ തന്നെ ഞാൻ പറഞ്ഞു, ഓരോ AI ടൂളിനും ഓരോ പർപ്പസ് ഉണ്ട്. ചിലത് ട്രാൻസ്ലേഷന് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നത് ചിലപ്പോൾ ChatGPT ആയിരിക്കും. പക്ഷേ കവിത പോലെയുള്ള റിസർച്ച് പോലെയുള്ള സാധനങ്ങൾക്ക് ചിലപ്പം ഓരോ ആളുകൾക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പം ജെമിനി ആയിരിക്കും, ചില ആൾക്കാർക്ക് ക്ലൗഡ് ആയിരിക്കും, ചില ആൾക്കാർക്ക് കോപൈലറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഓരോ ടൂളും ഈ ഓഡിയൻസിൽ നിന്ന് ഒരു ഗേളിനെയും ഒരു ബോയിനെയും വിളിക്കും. ഫസ്റ്റ് മുതൽ ഇങ്ങനെ പറഞ്ഞു തന്നാൽ മതി ഏതൊക്കെ ടൂളുകളാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതെന്നുള്ളത്. ഇതാണ് അതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. പരിചയമുണ്ടോ? പരിചയമുള്ള ആർക്കും എണീക്കാം, ആൻസേഴ്സ് പറയാം. ഇതൊരു AI ടൂളാണ്. ദ മോസ്റ്റ് റെലവൻറ്റ് AI ടൂൾ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ. ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലക്ക് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ട, എസ്പെഷ്യലി ഇംഗ്ലീഷിൽ നമുക്ക് പാരാഫ്രൈസിങ്ങിനും അതുപോലെ തന്നെ ഗ്രാമർ ചെക്കിങ്ങിനും ഒരു കോണ്ടന്റ് സമ്മറൈസ് ചെയ്ത് തരാനൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു AI ടൂളാണ്. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം. ആർക്കെങ്കിലും എണീക്കാൻ പറ്റുമോ? അയ്യോ, വെരി ഗുഡ്. ക്വിൽബോട്ട്. ഇതിൻ്റെ അതേ ഒരു വേർഷനാണ് ഗ്രാമർലി. എല്ലാ മൊബൈലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ഗ്രാമർലി എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ്. എന്തൊക്കെയാണ് ക്വിൽബോട്ട് നമുക്ക് തരുന്നത്? പാരാഫ്രൈസർ, AI ഡിറ്റക്ടർ, ഗ്രാമർ ചെക്കർ, സമ്മറൈസർ, പ്ലാജറിസം ചെക്കർ. പ്ലാജറിസം റിസർച്ച് ചെയ്യുന്ന ആളുകൾ ഞാൻ എടുത്ത കോണ്ടന്റ് അത് കട്ടെടുത്തതാണോ അല്ലെങ്കിൽ മോഷ്ടിച്ചതാണോ എന്ന് ചെക്ക് ചെയ്യുന്ന ടൂളാണ് പ്ലാജറിസം എന്ന് പറയുന്നത്. ഓക്കെ, സൈറ്റേഷൻ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എവിടെ ഫുട് നോട്ട് കൊടുക്കണം, ഞാൻ എടുത്തത് ഇന്ന പുസ്തകത്തിൽ നിന്നാണ്, അതിന് സൈറ്റേഷൻ ചെയ്യാൻ കഴിയും. അതിനാണ് ക്വിൽബോട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് ഭാഷയിൽ, എസ്പെഷ്യലി നമ്മുടെ ഒരു ഏരിയ ആണ് ടീച്ചിങ്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ലൊരു ട്രാൻസ്ലേറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഇംഗ്ലീഷ് ഭാഷയും അറബി ഭാഷയും കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾക്ക് നല്ലൊരു ട്രാൻസ്ലേറ്റർ ആവാൻ പറ്റും. അപ്പോൾ ഏതാണ് ഈ ടൂള്? അയ്യോ, വെരി ഗുഡ്. ഡീപ്പിൽ. ഒരു AI ജനറേറ്റ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡീപ്പിൽ. എല്ലാവരും ഒന്ന് ഓപ്പൺ ചെയ്താണ് ഡീപ്പിൽ. ChatGPT ഓൾറെഡി നിങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അത് ഞാൻ ഓപ്പൺ ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. അത് ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ChatGPTയോട് ചോദിക്കണം, ജെമിനിയോട് ചോദിക്കണം, കോപൈലറ്റിനോട് ചോദിക്കണം, അറബി AIനോട് ചോദിക്കണം, ക്ലൗഡിനോട് ചോദിക്കണം. DeepL.com. ഇതാണ് ലോഗോ. സ്കാൻ ചെയ്താലും മതി. കാണില്ലേ? ഡീപ്പിൽ.
ഇവിടൊക്കെ ഏത് AI ടൂൾ ഉപയോഗിക്കുമ്പോഴും ഏത് ടെക് ടൂൾ ഉപയോഗിക്കുമ്പോഴും ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു ഡാറ്റ ബേസ് ചെയ്തിട്ടുള്ള കളികളാണ്, അൽഗോരിതം വെച്ചിട്ടുള്ള കളികളാണ്. ഇവിടെ ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മുടെ ബേസിക് നോളജ് വേണം, ബേസിക് സ്കില്ല് വേണം. ഗ്രാമറിലുള്ള, സൊർഫിലുള്ള, നെഹ്വിലുള്ള, തർജമയിലുള്ള കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്കാണ് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിൽ കാണുന്നതെല്ലാം ശരി എന്നുള്ളൊരു ധാരണ ഉണ്ടാവാൻ പാടില്ല, പ്രത്യേകിച്ച് AI ടൂൾ ഉപയോഗിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ChatGPT-യുടെ ലാസ്റ്റ് ChatGPT കൊടുത്ത മെസ്സേജ് പറഞ്ഞത്, ചിലപ്പം തെറ്റുകൾ സംഭവിക്കാം. ഓക്കെ, പരിചയമുണ്ടോ? നമ്മൾ കോളേജിലൊക്കെ സെമിനാറുകൾ എങ്ങനെയാണ് അവതരിപ്പിക്കാറുള്ളത്? കോളേജിൽ ആർക്കും പറയണ്ടേ എങ്ങനെ സെമിനാർ? ഒരു അധ്യാപകൻ സെമിനാർ അവതരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സെമിനാർ അവതരിപ്പിക്കാറുള്ളത്? അയ്യോ, ഗാമ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. ഗാമ എന്തിനാ ഉപയോഗിക്കണത്? ഗാമക്കൊരു പ്രശ്നം എന്താ ഉള്ളത് വെച്ചാൽ, ഗാമ പവർ പോയിന്റ് പ്രസൻറ്റേഷനാണ്. നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള PPT ക്രിയേറ്റ് ചെയ്ത് തരും. ഒന്നും ചെയ്യണ്ട, ഞങ്ങൾ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്താൽ മതി. എനിക്ക് ഇന്ന വിഷയത്തിൽ 8 സ്ലൈഡുകളുള്ള ഒരു PPT ക്രിയേറ്റ് ചെയ്യണം. ആർക്കെങ്കിലും ക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? വിത്തിൻ സെക്കൻഡ്സ്, വിത്തിൻ മിനിറ്റ്സ്. ഇതാണ് അതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ 3 സ്റ്റെപ്സാണ് ഉണ്ടാവുക. ഒന്നാമത്തെ സ്റ്റെപ്പ് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ്, രണ്ടാമത്തത് ജനറേറ്റ്, മൂന്നാമത്തത് ഇമ്പോർട്ട് ഫയൽ ഓർ URL. ഏതെങ്കിലും വിക്കിപീഡിയയിൽ പോയിട്ട് ഒരു കോണ്ടന്റ് സെർച്ച് ചെയ്യുക, അത് നേരെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PPT ഉണ്ടാക്കി തരും. 8, 9, 10 സ്ലൈഡുകളുള്ള PPT ഉണ്ടാക്കി തരും. ഇതേപോലെ ഏതെങ്കിലും AI ടൂൾ ഉണ്ടോ? അല്ലെങ്കിൽ ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻസ് എടുക്കുക. ജനറേറ്റ് എന്നുള്ള ഓപ്ഷൻസിൽ നമുക്ക് അറബി ലാംഗ്വേജിനെ കുറിച്ച് ഒരു PPT തയ്യാറാക്കണം, അറബിക്കിൽ തയ്യാറാക്കണം, ഇംഗ്ലീഷിൽ തയ്യാറാക്കണം, വിത്ത് പിക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഏറ്റവും അനുയോജ്യമായ പിക്ചേഴ്സ് വെച്ച് നമുക്കൊരു PPT തയ്യാറാക്കി തരും. gama.app. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ്, ടെക് ടൂൾസുകൾ, AI ടൂളുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ഇതിൻ്റെ കൂടെ പറയണം. എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മുടെ ഒഫീഷ്യൽ മെയിൽ ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ നമുക്ക് 2 മെയിൽ ഐ ഡി എങ്കിലും മിനിമം വേണം. ഒന്നാമത്തെ മെയിൽ ഐ ഡി ഫോർ കരിയർ, നമ്മൾ എവിടേക്കാണോ CV കൊടുക്കുന്നത് അവിടേക്ക് ആ ഒഫീഷ്യൽ മെയിൽ ഐ ഡി ആണ് നമ്മൾ കൊടുക്കേണ്ടത്. രണ്ടാമത്തത് ഏതൊക്കെ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്, ഏതൊക്കെ ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റുകൾ നമുക്ക് തരുന്നോ അവിടെ കൊടുക്കാനുള്ളതാണ് രണ്ടാമത്തെ മെയിൽ ഐ ഡി. ഒന്നാമത്തെ മെയിൽ ഐ ഡി നമ്മുടെ കരിയറുമായി ബന്ധപ്പെട്ട്, ലിങ്ക്ഡിനുമായി ബന്ധപ്പെട്ടത് ആയിരിക്കണം. രണ്ടാമത്തത് എല്ലാ സ്ഥലങ്ങളിലും ഏതൊക്കെയുണ്ടോ, നമ്മൾ ഏതുപോലെ ഫോൺ ഉപയോഗിക്കുമ്പോൾ പ്ലേ സ്റ്റോർ, ആപ്പ് സ്റ്റോറിൽ നമ്മളൊരു മെയിൽ ഐ ഡി കൊടുക്കും, അതായിരിക്കണം രണ്ടാമത്തെ മെയിൽ ഐ ഡി. ഓക്കെ, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഗാമ. ഇത് പരിചയമുണ്ടോ? ഉപയോഗിച്ച ആരെങ്കിലും ഉണ്ടോ? എന്താണ് ആ ലോഗോ എന്ന് തന്നെ മനസ്സിലാവും എന്താണ്. റിവേഴ്സോ ഉപയോഗിച്ച ഒരാൾ എണീക്കോ? റിവേഴ്സോ ഉപയോഗിച്ച ഒരാൾ, റിവേഴ്സോ ഉപയോഗിച്ച ഒരാൾ എണീക്കോ? അയ്യോ, യുവർ ഗുഡ് നെയിം മുർഷിദ്. ഏതാണ് കോളേജ്? അയ്യോ, മദീനത്തുൽ അറബിക് കോളേജ്. റിവേഴ്സ് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് എന്തിനാ ഉപയോഗിക്കുന്നത്? അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ്. പിന്നെന്തിനാ ഉപയോഗിക്കുക? എങ്ങനെ? അയ്യോ, സെയിം മീനിങ്ങുകളുടെ വ്യത്യസ്ത മുഫ്രദാത്ത് കിട്ടാൻ ഉപയോഗിക്കും. പിന്നെ അയ്യോ,
അതന്നെയാണ് ജസാക്കൽ റിവേഴ്സ് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു കോണ്ടെക്സ്റ്റിൽ ഏത് വേർഡ് ഉപയോഗിക്കണമെന്ന് നമുക്ക് പറഞ്ഞിരുന്ന ഡിക്ഷണറിയാണ് റിവേഴ്സ് ഓഫ് കോണ്ടെക്സ്റ്റ്. കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ കോണ്ടെക്സ്റ്റിലും കതബ ഉപയോഗിക്കാൻ പറ്റൂല. ചില സമയത്ത് അല്ലഫ വേണ്ടി വരും, ചില സമയത്ത് സജ്ജല വേണ്ടി വരും, ചില സമയത്ത് ദവ്വന വേണ്ടി വരും. എല്ലാ സ്ഥലത്തും കതബ തന്നെ ഉപയോഗിക്കണം നിർബന്ധവുമില്ല. അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റിലും ഏത് വേർഡ് ഉപയോഗിക്കണം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന ആളാണ് റിവേഴ്സ് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളാണ് അദ്ദഖാഉൽ ഇസ്തിനാഹി വിത്ത് എക്സാമ്പിൾസ്. ഇതാണ് നമ്മുടെ മെയിൻ പ്രശ്നം. ഒരു വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കണമെന്ന് കൃത്യമായി നമുക്ക് അറിയണം. സെൻറ്റൻസിൽ നമുക്കത് ഉപയോഗിച്ച് തരും, ഇംഗ്ലീഷിൽ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു തരും. അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ കുറേ കാര്യങ്ങൾ കാണിക്കും. ഈ സ്ഥലം ഇംഗ്ലീഷിലും കൊടുക്കാം, അറബിക്കിലും കൊടുക്കാം. അതേപോലെ തന്നെ നേരെ മുകളിലേക്ക് നോക്കുക, ട്രാൻസ്ലേഷൻ നേരെ മുകളിൽ നമുക്കൊരു കണ്ടന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും, കോണ്ടെക്സ്റ്റൽ മീനിങ് തരും. സ്വതത്, ഈ സ്വതത്തിൽ എന്തുപയോഗിക്കണം, ഈ സ്ഥലത്തെത്തുമ്പോൾ എന്തുപയോഗിക്കണം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്ലേഷൻ തന്നെ ഡോക്യുമെന്റ് ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെ ചിലപ്പോൾ എന്തുപയോഗിക്കും, കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കും. പക്ഷെ അതിന് മീനിങ്ങും മാറ്റം ഉണ്ടാവും. അതേ സ്ഥാനത്തിന് ലീഗൽ ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കും, മെഡിക്കൽ ട്രാൻസ്ലേഷനിൽ ഉപയോഗിക്കും, ടൂറിസത്തിൽ ഉപയോഗിക്കും. ഓരോ ഏരിയകളിലും വ്യത്യസ്ത രീതിയിലായിരിക്കും അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഗ്രാമർ ചെക്ക്, സിനോണിംസ്, കൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് റിവേഴ്സ് ഓഫ് കോണ്ടെക്സ്റ്റ് എന്ന് കിട്ടും. ഇത് പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു എൻ്റെ സംസാരം 4 കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുക. ഒന്ന് എല്ലാണ്. എൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ടത് എല്ല് കൂടുതൽ എന്നല്ല, എല്ല് വേണം. എന്താ ലിസണിങ് ഉണ്ടാവണം. ഓക്കെ. രണ്ടാമത്തത് എസ് എന്താണ്, സ്പീക്കിംഗ് കപ്പാസിറ്റി ഉണ്ടാവണം. മൂന്നാമത്തത് റീഡിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ലാസ്റ്റ് റൈറ്റിംഗ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. LSRW. അപ്പം ChatGPT നമുക്ക് റീഡിങ്ങിന് ഉപയോഗിക്കാം, ലിസണിങ്ങിന് ഉപയോഗിക്കാം, സ്പീക്കിങ്ങിന് ഉപയോഗിക്കാം, റൈറ്റിങ്ങിന് ഉപയോഗിക്കാം. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ലിസണിങ്ങിന് മാത്രമുള്ളതാണ്. ഏതാണത്? റേഡിയോ ഗാർഡൻ. വെരി ഗുഡ്. ഓക്കെ, ഇന്ന് ഫാസ്റ്റ് ആക്കാണ്. റേഡിയോ ഗാർഡൻ. ഇതിൽ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. റേഡിയോ ഗാർഡൻ ഓരോ രാജ്യങ്ങൾക്കും ഓരോ റേഡിയോകൾ ഉണ്ടാവും. ഇത് ഗ്ലോബാണ്. ഈ ഗ്ലോബ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കാണുന്ന പച്ച എന്ന് കാണുന്നതൊക്കെ എന്താണ്, റേഡിയോ സ്റ്റേഷൻസ് ആണ്. സൗദി അറേബ്യ വേണോ, അമേരിക്ക വേണോ, ബ്രിട്ടൻ വേണോ, ഇന്ത്യ വേണോ, ഇന്ത്യയിലെ കേരളം വേണോ, അതല്ല UAE വേണോ, ഏത് രാജ്യം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. സെർച്ച് എന്നുള്ളത് സെർച്ച് ചെയ്യാം. 2 സെർച്ച് നടക്കും. ഒന്ന് സ്റ്റേഷൻ്റെ പേര് കൊടുക്കുക. ഞാൻ കൊടുത്തത് BBC അറബിക് എന്നാണ്. എനിക്ക് BBC അറബിക് അറിയില്ലെങ്കിൽ ജസ്റ്റ് അവിടെ എന്ത് കൊടുക്കുക, സൗദി അറേബ്യ എന്ന് കൊടുക്കുക. സൗദി അറേബ്യയിലെ ഏറ്റവും ബെസ്റ്റ് റേഡിയോ സ്റ്റേഷൻസ് ഇവിടെ കാണിക്കും. ഓക്കെ, ഗ്ലോബ് ഇങ്ങനെ തിരിച്ചാൽ മതി. ഇത് ലാസ്റ്റ് അല്ല, ഇത് പരിചയമുണ്ടോ? റിസർച്ചിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള സ്റ്റുഡൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ടെക് ടൂളാണ്. സ്വഹ്യഹ്ലി. അതിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. നിങ്ങൾക്ക് എന്താണോ ലൊബത്ത് കൊടുക്കേണ്ടത് അത് ChatGPT നടക്കും, ജെമിനിയിൽ നടക്കും. എന്തിനാണോ ഷെക്കിൽ കൊടുക്കേണ്ടത്, എന്താണോ പാരാഫ്രൈസ് ചെയ്യേണ്ടത്, എന്തിലാണോ ഗ്രാമർ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് കൊടുത്തു, ഗ്രാമർ ചെക്ക് ചെയ്യണം, അതിനുപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് സ്വഹ്യഹ്ലി. ഒന്ന് ഫാസ്റ്റിൽ പോവാണ്. ഇതിൻ്റെ ഫുൾ ഫോം മൂക്ക്. എല്ലാവർക്കും മൂക്കില്ലേ? മൂക്കില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താ? ഫസ്റ്റ് മാസീവ്, ഓപ്പൺ,
ഓൺലൈൻ കോഴ്സ്, ഹൈബ്രിഡ് ആയിട്ട് ഓൺലൈൻ ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലൊരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അറബിക്കിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ 10-100 കണക്കിന് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൽ പോവുക, ലോഗിൻ ചെയ്യുക, അതിൽ ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. റുവാക്ക്, അറിയാലോ, അൽ മആനി, ഇത് പരിചയമില്ലാത്ത ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഡിക്റ്റ് ബോക്സ്, ഇതും പല ഡിക്ഷണറികൾ ഒരു കുടക്കിയിൽ എന്നുള്ള കോൺസെപ്റ്റാണ് ഡിക്റ്റ് ബോക്സ് എന്നുള്ളത്. ലൊബത്ത് ചെയ്ത് ഓരോ ഫിയലിൻ്റെ മാളി, മുലാരി, അമ്ര, നഹി, സ്വദത്, അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ, അറബിക്കിലുള്ള ട്രാൻസ്ലേഷൻ, അറബിക്കിൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, സ്വദത് ബേസ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നതാണ് ഡിക്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈറൽ ജസാ. ഇത്രയും സമയം ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുക. ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷൻസ് ആണ്. അത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്യുക, നിങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.